നിപയിൽ ആശ്വാസം. കോഴിക്കോട് പരിശോധിച്ച 9 പേരുടെ സ്രവ സാമ്പിളുകളുടെയും ഫലം നെഗറ്റീവാണ്. തിരുവനന്തപുരത്തെ ഫലം വരാൻ വൈകും. കേന്ദ്ര സംഘം നാളെ മുതൽ വവ്വാലിൽ പരിശോധന നടത്തും. 406 പേർ സമ്പർക്ക പട്ടികയിലുണ്ട്. 194 ഹൈറിസ്ക് കേസുകളാണ് ഉള്ളത്. സംസ്ഥാനത്തെ നിപ്പ രോഗബാധയിൽ ആശങ്ക കുറയ്ക്കുന്ന പരിശോധനാ ഫലമാണ് ഇന്ന് പുറത്തു വന്നത്. കോഴിക്കോട് പരിശോധിച്ച 9 സാമ്പിളുകളും നെഗറ്റീവാണ്. തിരുവനന്തപുരത്തെ പരിശോധനാ ഫലം നാളെ രാവിലെയോടെ പുറത്തുവരും. കേരളത്തിൽ 2023 കണ്ടെത്തിയ വൈറസുകളുടെ അതേ വകഭേദമാണ് ഇപ്പോഴും റിപ്പോർട്ട് ചെയ്തതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. കേരളത്തിൽ അതായത് 2023 നമ്മൾ കണ്ടെത്തിയ വവ്വാലുകളിൽ കണ്ടെത്തിയ വൈറസിന്റെ അതേ വകഭേദമാണ് ഈ വൈറസും എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് 406 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. ഹൈറിസ്ക് വിഭാഗത്തിൽ 194 പേർ. അതിൽ 139 പേർ ആരോഗ്യ പ്രവർത്തകരും. 5 പേരാണ് ആശുപത്രിയിൽ രോഗലക്ഷണങ്ങളോട് ചികിത്സയിലുള്ളത്. പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിൽ 2 ദിവസങ്ങളിലായി 7239 വീടുകൾ ആരോഗ്യ പ്രവർത്തകർ സന്ദർശിച്ചു. കേന്ദ്ര സംഘം നാളെ മുതൽ വവ്വാലിൽ പരിശോധന നടത്തും. പൂനെയിൽ നിന്നുള്ള മൊബൈൽ ലാബിന്റെ പരിശോധനയും നാളെ ആരംഭിക്കും. അതേസമയം മരിച്ച കുട്ടി കാട്ട് അമ്പഴം കഴിച്ചതായി സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. അവിടെ വവ്വാലുകളുടെ സാന്നിധ്യമുള്ളതായി ആരോഗ്യമന്ത്രിയും സ്ഥിരീകരിച്ചു. കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമേ ഉറവിടത്തിന്റെ കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകൂ. പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തിൽ നിയന്ത്രണം തുടരുകയാണ്. ജനം, മലപ്പുറം.